ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ ഗോവ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. ഈ റെസിപ്പി ഏത് മീനിലും ഉണ്ടാക്കാം. 2 മാരിനേഷൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഈ ഫിഷ് ഫ്രൈ നല്ല ക്രിസ്പിയും രുചികരവുമാണ്. ഈ മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. 1/2 കിലോ നല്ല ഫ്രഷ് അയില ഉപയോഗിച്ചാണ് ഇന്നത്തെ ഗോവ സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഒരു പ്ലേറ്റിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഉപ്പ്. ഈ എല്ലാ മസാലകളിലും കുറച്ച് വെള്ളം ചേർത്ത് ഒരു തിക്ക് പേസ്റ്റ് റെഡിയാക്കാം. നല്ലതുപോലെ കഴുകി വാർത്ത് വെച്ച അയിലയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് മാരിനേഷനായി. ഇതിലേക്ക് മസാല നല്ലതുപോലെ പുരട്ടാം. ഈ മാരിനേഷൻ ചെയ്ത് 5-10 മിനിറ്റിന് ശേഷം നമുക്ക് സെക്കൻഡ് മാരിനേഷൻ ചെയ്യാം. സെക്കൻഡ് മാരിനേഷന് നമുക്ക് വേണ്ടത് 1/4 കപ്പ് റവ, 2 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും. ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഈ മീനിനെ ഈ റവയുടെ മാരിനേഷനുമായി നല്ലതുപോലെ കോട്ട് ചെയ്യാം. റവയുടെ മാരിനേഷനാണ് ഈ മീനിൻ്റെ സീക്രട്ട്. ഇത് നല്ല രുചിയും ക്രിസ്പിയുമാണ് ഈ മീനിന് കൊടുക്കുന്നത്. എല്ലാ മീനും റവയോടെ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മീനിനെ പൊരിച്ചെടുക്കാം. ഫ്രൈയിങ് പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ മീനിനെ പൊരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ റവയെല്ലാം കരിഞ്ഞു പോകും. ഇനി മീനിനെ മറിച്ചിട്ട് മറ്റേ സൈഡും ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്ലേവർഫുൾ, ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഗോവ സ്റ്റൈൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈ പൊതുവെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇതുപോലെ ക്രിസ്പി ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കൂ. ഈ ഫിഷ് ഫ്രൈ റെഡിയാക്കിയ ആളായിരിക്കും ഇനി എല്ലാവരുടെയും ഫേവറേറ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗോവ സ്റ്റൈൽ ഫിഷ് ഫ്രൈ. ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ നല്ല ക്രിസ്പിയും രുചികരവുമായ ഈ ഫിഷ് ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ ക്രഷ് ജിഞ്ചർ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.